ഭയത്തിന്റെ മറുപടി പരിശുദ്ധ ഗ്രന്ഥത്തിലുണ്ട്. കർത്താവിൽ സന്തോഷിക്കൂ. നമുക്ക് പറയാം, കർത്താവിൽ സന്തോഷിക്കൂ. ഈ വാക്ക് ഫിലിപ്പിയിലേക്കുള്ള കത്തിൽ എഴുതിയിരിക്കുന്നു. അയാൾ സുഖത്തിൽ എഴുതിക്കൊണ്ടിരിക്കുന്നില്ല പൗലോസ്. അത് ഒരു ജയിലിൽ നിന്നുള്ള കത്താണ്. അതിനാൽ അതിനെ പ്രിസൺ എപ്പിസിൽ എന്ന് വിളിക്കുന്നു. കെട്ടിയിട്ടും മുറിവുകളോടും ആഹാരക്കുറവിൽ വേദനയോടും കൂടിയാണ് അദ്ദേഹം ഈ കത്ത് എഴുതുന്നത്. നിങ്ങൾ സന്തോഷത്തോടെ ഇരിക്കുക. നിങ്ങൾ കർത്താവിൽ സന്തോഷിക്കണം. നിങ്ങൾക്ക് ഒന്നും കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല. എല്ലാ ഭാരം ദൈവത്തിന്മേൽ ഇടൂ. എല്ലാ കാര്യങ്ങളും അവന് സമർപ്പിക്കൂ. അപ്പോൾ നിങ്ങൾ കൃതജ്ഞതയോടെ സ്തുതി അർപ്പിക്കൂ. അത് എന്നത് ചിന്തയില്ലാത്ത ജീവിതം എന്നതല്ല. കുട്ടികളെക്കുറിച്ച്, ഭർത്താവിനെയും ഭാര്യയെയും കുറിച്ച്, കുടുംബത്തെക്കുറിച്ച് ശ്രദ്ധിക്കേണ്ടതില്ലെന്നതല്ല. നിങ്ങൾക്ക് ചിന്തിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഒന്നും കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല. ചിന്ത പാപമാണ്. ഭയം ഒരു പാപമാണ്. പാപം എന്ന് പറയുമ്പോൾ വ്യഭിചാരം ഒരു പാപം, ദുർബലത ഒരു പാപം. അവയെല്ലാം പാപങ്ങളാണ്. എന്നാൽ ഇവയെല്ലാം കവിഞ്ഞു നിൽക്കുന്നത് ഭയം എന്ന പാപമാണ്. ഭയം ഏറ്റവും വലിയ പാപമാണ്. കാരണം നീ ദൈവത്തിന്റെ ശക്തിയെ ചെറുതായി വിലയിരുത്തുകയാണ്.